ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞ സിനിമയില് കൺമണി എന്ന് തുടങ്ങുന്ന ഒരു നല്ലൊരു താരാട്ട് റിലീസ് ആവാനിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഡയറക്ടർ ശ്രീ രതീഷ് ശേഖർ, അദ്ദേഹം തന്നെയാണ് അതിന്റെ സ്ക്രീൻ പ്ലേയും മ്യൂസിക് ഡയറക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. ശ്രീ അനുപൻ, ശ്രീലാൽ, രേഖ ഹരിഹരൻ ഇവരെല്ലാമാണ് ഇതിന്റെ സ്റ്റാർ കാസ്റ്റ്. അപ്പൊ ഈ ചിത്രത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ചെക്ക്മേറ്റ് എന്ന മൂവി ഒരു സക്സസ്ഫുൾ മൂവിയാണ് എന്റെ പ്രാർത്ഥന. ഇതുപോലെ പാഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു യങ് ടീം അവരുടെ പാഷന്റെ പുറകെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വലിയ ടീം പൂൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ആക്ടേഴ്സും വലിയ ടെക്നീഷ്യൻസും വലിയ ഡയറക്ടേഴ്സും എല്ലാം ആവേണ്ട ആളുകൾ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അത് ആ ഫയർ അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇതുപോലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I think the entire team has done a brilliant job. Seeing the trailer, I believe that this will be a wonderful movie. കാരണം എല്ലാവരും വളരെ മനോഹരമായി അവരുടെ പാട്ട് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. പാട്ട് നമ്മളിപ്പോൾ കേട്ടു, 2 പാട്ടുകൾ കേട്ടു. അമേസിംഗ് സോങ്സ്, തീം അസലായിട്ട് പാടി, ചിത്ര ചേച്ചി പാടിയ പാട്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം ടീം ആൻഡ് ഐ വിഷ് ദ ടീം ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, ശ്രീ എവരിവൺ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മീഡിയ ഫ്രണ്ട്സ്. ഇന്ന് ചിത്ര ചേച്ചിയുടെ ഈ പിറന്നാളാണ്. അപ്പം കൺമണി സോങ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്ര ചേച്ചി. ധന്യ സുരേഷ് മേനോൻ എഴുതിയ സിനിമ. ചിത്ര ചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതീഷ് ശേഖർ എന്ന് വിളിച്ചോടുകൂടി സത്യം പറഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ എന്റെ എല്ലാ എഫേർട്സും പെയ്ഡ് ഓഫ് ആയി. ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങള് അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ. Hi everyone, good evening. First of all, thank you so much Anurag for inviting me here. നിങ്ങളുടെ ഈ ഒരു സെലിബ്രേഷനിൽ എനിക്കും പാട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ബിഗ് സ്ക്രീനിൽ വരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എനിക്ക് അനുഭവം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് സാധിച്ചത് അനുഭവം വഴിയാണ്. അതിനെപ്പോഴും ഒരു ബിഗ് താങ്ക്സ് എപ്പോഴും അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അനുഭവം എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അപ്പം അനുപൻ ഈ മൂവിയിലും ഓഡിയോ ലോഞ്ചിന് എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ. നല്ല എന്താ പറയാ 100 days അല്ല അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം ഓഫ് ചെക്ക്മേറ്റ്. താങ്ക് യു സോ മച്ച്. ലുക്സ് ലൈക്ക് എ വെരി വാട്ട് ടു സേ ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ നമുക്ക് കാണാം. And I'm so happy that you have achieved it. So ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. And I hope this film will do well in box office. And thankfully എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സഹവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോട് കൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആശംസകൾ. നമസ്കാരം എല്ലാവർക്കും. തന്നെ അറിയാലോ. പിന്നെ താങ്ക്സ് ഫോർ ഹാവിങ് മീ. ആക്ച്വലി രതീഷ് ചേട്ടൻ കിട്ടില്ല പെർഫോമൻസുകൾ എന്ത് കാണിച്ചപ്പോ എനിക്ക് പുള്ളിക്കാരൻ പാട്ടുകാരനാണെന്ന് അറിയാമായിരുന്നു. പുള്ളിക്കാരനാണ് പടത്തിന്റെ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ അല്ല. പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തൊരു പാട്ട് ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. വീരൻ എന്നാണ് ട്രാക്കിന്റെ പേര്. അപ്പൊ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിനിമ കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പാട്ട് പാടാം. ഫോണൊന്നും എടുത്തിട്ട്
എന്ത് സിദ്ദിഖ് ലാലിന്റെ ലാലിനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനുള്ളത്? സാർ വന്നിട്ടല്ലോ അപ്പൊ ആബ്സൻസ് ഫീൽ ചെയ്യാം. പുള്ളി വയ്യാതെ എടുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. ലാൽ സാറിനും എനിക്കും ലാലാട്ടും എനിക്കായിട്ട് കോമ്പിനേഷൻസ് ഇല്ല ഈ സിനിമയിൽ. ബട്ട് ഞങ്ങള് ഈ രതീഷിന്റെ ഒരു സ്ക്രിപ്റ്റിംഗിന്റെയും എഡിറ്റിംഗിന്റെയും ഒക്കെ ഒരു ഇതുകൊണ്ട് ഞങ്ങള് ഒരേ സീനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോട്ട്സ് അല്ലായിരുന്നു. അല്ലാതെ തന്നെ ഏറ്റവും അധികം എന്താണ് നമ്മള് ഓൺ ദ സ്പോട്ട് കോമഡി എവിടുന്ന് വരുന്നു എന്നറിയാൻ പറ്റാത്ത ആളുകളിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഒരു ഇതാണ്, നമ്മള് സെറ്റിൽ കാണുന്ന ലാൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കോമഡി ഉള്ള ഒരാളും, സ്ക്രീനിൽ നമ്മളിപ്പോ കാണുന്ന ഒരു റിട്ടയർഡ് ഡോൺ അല്ലെങ്കിൽ അത്. നമ്മുടെ ക്രൂവിനെ എല്ലാം വെൽക്കം ചെയ്യുന്നതിന് മുന്നേ, ചേട്ടനെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സീക്രട്ട് ചോദിക്കാനുണ്ട്. കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്നില്ലായിരുന്നു. അല്ലാണ്ട് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തല്ലി കിട്ടിയല്ലോ. ഇപ്പോഴാകുമ്പോഴത്തേക്കും ചേട്ടൻ ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഈ തൊപ്പിയുടെ രഹസ്യം എന്താ? മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. പാട്ടില് ഞാൻ കണ്ടു, മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. കൃത്യമായിട്ട് അനുസരണയില്ലാത്തൊരു മുടിയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് വെക്കുന്നു. ഞാൻ തൊപ്പി വരി കാണിച്ചത് കഷ്ണയായിട്ടില്ല, അതല്ലേ ഉദ്ദേശം? ആയിട്ടില്ല, ആവും, ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ചേട്ടാ, നമ്മുടെ മീഡിയക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുന്നേ നമ്മുടെ ടീമിനെ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാം. എന്റെ ഒരു ചോദ്യം, കേട്ടാ എനിക്കറിയാം, നിനക്ക് ഓക്കെ. ചേട്ടൻ ഇതിൽ നായകനാണോ വില്ലനാണോ? കുപ്പിയെടുത്ത് തലക്കടിക്കുന്നത് കണ്ടു, കൂടെ നടന്ന് പാട്ട് പാടുന്നതും കണ്ടു. ഇതില് നായകൻ രേഖയും നായിക ഇവളും. നിങ്ങൾക്കെന്നെ കളിയാക്കിയതായിട്ടോ തോന്നിയിട്ടില്ലല്ലോ അല്ലേ? ശരി, അപ്പോ ചെക്ക്മേറ്റ് ടീം, ചെക്ക്മേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഓഗസ്റ്റ് 8-ാം തീയതി എത്തുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടീമിനും. And thank you so much. ഞങ്ങളെ ജോയിൻ ചെയ്ത എല്ലാവർക്കും thank you so much. The media have been so patient. നിങ്ങൾക്കാണ് എല്ലാ അഭിവാദ്യങ്ങളും. താങ്ക് യു. ഏറ്റവും ആദ്യം വന്നത് നിങ്ങളാണ്. താങ്ക് യു ഈച്ച് എവരി വൺ. ഒറ്റ വാക്കിലോ? കഠിനാധ്വാനം, അത് മാത്രമേ പറയാനൂ. കളഞ്ഞ കഠിനാധ്വാനം. ഇതിന്റെ മേലെ അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ പറ്റില്ല. 8 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കി 8 മണിക്കൂർ ഷൂട്ട് ചെയ്യുക, 3 മണിക്കൂർ ഉറങ്ങുക. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പിള്ളേരെല്ലാം ചെയ്തോണ്ടിരിക്കുന്നതാണ്. സോ അതിന് വേറെ ഒരു വാക്കില്ല. സിൻസിയറിറ്റി, ഡിറ്റർമിനേഷൻ. ഞാൻ അനുഭവത്തെ ഒരു പേര് വിളിച്ചോട്ടെ, PPP, പാഷനേറ്റ് പോസിറ്റീവ് പീപ്പിൾ പേഴ്സൺ. 4 PM എങ്കിലും അവസാനം പേഴ്സൺ ആണ്. പക്ഷെ രതീഷിനെ ഞാൻ പഠിക്കുന്നത് ഗുഡ് LCC, ഗുഡ് ലിസണർ, കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ചേഞ്ച് ഏജന്റ്. യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ പീപ്പിൾസ് ലൈഫ്, യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ മൂവി. ഒരു പഴയ ബാലചന്ദ്രനെ തിരിച്ചു വന്നോ എന്ന് പോലും നാം സംശയിക്കുന്നു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒരു ഉദാഹരണമാണ് ചെക്ക്. കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു.